ആദ്യം തന്നെ എല്ലാവരോടും സോറി. പനിയായിരുന്നു. തൊണ്ട ഒട്ടും വയ്യായിരുന്നു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒന്നും കഥ ഉണ്ടാവാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു നോട്ട് ഇടാൻ പോലും എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടേനെ. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറയുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. അകത്തേക്ക് ചെന്നതും ബെഡിലേക്ക് എറിയും പോലെയാണ് പെണ്ണിനെ അവൻ അതിലേക്കിട്ടത്. അതിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ പോയവളെ അതിന് സമ്മതിക്കാതെ അവൻ ബെഡിലേക്ക് പിന്നെയും പിടിച്ചു കിടത്തി. എന്നിട്ട് അവൾക്ക് മുകളിൽ ഇരു കൈയും ഊന്നി നിന്നു. എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എവിടെ പോയാലും എന്താ? വിച്ചേട്ടൻ എന്നെ വേണ്ടല്ലോ. പെണ്ണിൽ വല്ലാത്തൊരു വാശി നിറഞ്ഞു. എനിക്കാന്നൊരു നിന്നെ വേണ്ടാത്തത്? പറയടി. ചെവിക്കരിയിൽ കേൾക്കുന്ന അവന്റെ ഒച്ചപ്പാടിൽ അവൾ ഞെട്ടി. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂന്ന് കേട്ടതും എന്നെ ഇട്ടിട്ട് പോയത് നീയാണോ അതോ ഞാനാണോ? അവന്റെ ആ ചോദ്യം കേട്ടതും കരഞ്ഞവൾ പിന്നെയും വിമ്മി. അങ്ങനെ എന്നെ വേണ്ടാന്ന് വെച്ച് പോയത് നീ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെല്ലാം കേൾക്കാൻ നീ ബാധ്യസ്ഥയാണ്. അത് ഞാൻ ഇഷ്ടത്തോടെയാണോ പോയത്? ആ നേരം ഏട്ടൻ പറയുന്നതൊക്കെ കേട്ടപ്പോ ഞാൻ കാരണം എന്നും ഏട്ടൻ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കും, വലിയ സാർ ഏട്ടനെ വീട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കും എന്നൊക്കെ ഓർത്തപ്പോ നീ കരഞ്ഞുകൊണ്ടങ്ങ് വലിയ ദാനധർമ്മിയായി അല്ലേ? സ്വന്തം പ്രണയത്തിന്റെ മുന്നോട്ടുള്ള ഭാവി നോക്കി നീ എന്നെ അങ്ങ് ഉപേക്ഷിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തേച്ചു. നല്ലോണം പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ടുള്ള അവന്റെ വാക്കുകളിൽ അവൾ വെന്തുരുകി. ഞാൻ അങ്ങനെയൊന്നും. ഇനി നീ എന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ഒറ്റയ്ക്കാക്കി പോയതിന് മതിയായ കാരണങ്ങളാവില്ല സിദ്ധി. എനിക്ക് തോന്നുന്നത് നിനക്കെന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരുന്നതാണെന്നാ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടവനെ കളഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണ് പോകുമോ? എന്റെ സംശയം, ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും നല്ല ചെറുക്കന്മാര് വന്ന് നിന്റെ കല്യാണം ആലോചിച്ചാൽ ഒരു മനസ്താവമില്ലാതെ ഒരു ഭയം പറഞ്ഞ് നീ എന്നെ കളഞ്ഞിട്ട് പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ശരിക്കും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോടി? അത്രയും കേട്ടതും കേൾക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ കേട്ട പോലെ കരഞ്ഞുകൊണ്ട് പെണ്ണവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ നോക്കിയതും അതുവരെ അവൾക്ക് മുന്നിൽ ഊന്നി വെച്ചിരുന്ന കൈ പെട്ടെന്ന് അയച്ച് അവൻ അവൾക്ക് മുകളിലേക്ക് പൂർണ്ണമായും ചാഞ്ഞു. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്നവള് പെട്ടെന്ന് പേടിയോടെ ഇരു കൈകളും അവന്റെ നെഞ്ചിൽ വെച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് അവനെ നോക്കി. ആ കുഞ്ഞുടൽ തനിക്കുള്ളിൽ പൂ പോലെ അമർന്നു കിടക്കുന്ന കണ്ടതും വംശിയിൽ വല്ലാത്തൊരു ചിരിയായിരുന്നു. തന്റെ വാക്കുകളെല്ലാം അവളെ വളരെയധികം കുത്തി നോവിച്ചിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു അവന്. താൻ ഇപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞ ഒരു കാര്യവും അവൾ ഇതുവരെ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നുറപ്പുണ്ടായിട്ടും അങ്ങനെയൊക്കെ വിളിച്ചു കൂവിയത് ഉള്ളിലുള്ള ദേഷ്യവും സങ്കടവും ഭ്രാന്ത് പിടിച്ചിട്ട് തന്നെയാണ്. ഇനിയൊരിക്കലും ഒന്നിന്റെ പേരിലും അവൾ തന്നെ ഇട്ടിട്ട് പോകരുതെന്നുള്ള വാശി കൊണ്ട് അതിനുവേണ്ടി മാത്രം ഓരോന്ന് ചെയ്തു. ഇറുക്കി അടച്ചിരുന്ന കണ്ണുകൾക്ക് മുകളിലൂടെ അവനൊന്ന് മെല്ലെ ഊതി. കൃഷ്ണമണികൾ പിടഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂടുന്നത് വല്ലാത്തൊരു കൗതുകത്തോടെ നോക്കി കിടന്നു. ശ്വാസം പോലും പിടിച്ചു വെച്ചാണ് പാവം പെണ്ണിന്റെ കിടത്തം. അവളുടെ വിരൽത്തുമ്പുകൾ തന്റെ രോമങ്ങളെ വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ട്. അവൻ മെല്ലെ ആ ചുണ്ടിലൂടെ തന്റെ ചുണ്ടുകളൊന്ന് ഇഴച്ചുകൊണ്ട് പോയതും അവളുടെ ആ കുഞ്ഞുടൽ വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. രോമങ്ങൾക്കപ്പുറം അവളുടെ വിരലുകൾ അവന്റെ നെഞ്ച് നോവ് തീർക്കാൻ തുടങ്ങി. വേദനയ്ക്കുമപ്പുറം എന്തോ സുഖമുള്ളൊരു നോവ്. ധാത്രി. തന്റെ ശരീരം പൂർണ്ണമായും അവളിലേക്ക് ചായച്ചുകൊണ്ട് അവൻ ആ കാതിൻ തുമ്പിൽ ഒന്ന് തൊട്ട് മെല്ലെ വിളിച്ചു. ധാത്രിക്കുട്ടി. ഇത്തവണ ശ്വാസം തൊട്ടെടുത്ത് ചുണ്ടുകൾ ഒന്ന് മുത്തിയാണ് നിവർന്നത്. വിളി കേട്ടില്ലെങ്കിൽ ഇപ്പൊ തന്ന ഉമ്മ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം തരും കേട്ടോ. എന്തടി തരട്ടെ? ചെവിയുടെയും കഴുത്തിന്റെയും ഇടുക്കിലേക്ക് ചുണ്ടുകൾ തൊട്ടുകൊണ്ടുള്ള അവന്റെ ആ ചോദ്യത്തിൽ പെണ്ണ് പിടഞ്ഞുകൊണ്ടാണ് കണ്ണു തുറന്നത്. ഇതുവരെ ശ്വാസം പിടിച്ചു വെച്ചത് കൊണ്ട് പിടഞ്ഞ ശരീരം അവളൊന്ന് നീട്ടി ശ്വാസം വലിച്ചെടുത്തതും ആ കുഞ്ഞു മാറിന്റെ ചലനം അവന്റെ നെഞ്ചിൽ ഇത്തവണ നല്ലോണം അറിഞ്ഞു. കണ്ണുകൾ അവിടേക്ക് മാത്രമായി.
തന്റെ ഉറച്ച ശരീരത്തിനിടയിൽ അവ വല്ലാതെ പാടുപെടുന്നുണ്ടെന്ന് തോന്നിയതും അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. കുറച്ചു മുന്നേ അവനൊപ്പം ബാത്റൂമിൽ നിന്നപ്പോൾ ഇട്ടുകൊണ്ടുവന്നിരുന്ന ചുരിദാർ ആകെ നനഞ്ഞതുകൊണ്ട് പെണ്ണ് ബാഗിൽ നിന്നും ഒരു ടീഷർട്ടും മിഡിയുമാണ് ഇട്ടിരുന്നത്. അവനടിയിൽ കിടക്കുമ്പോൾ അത് വല്ലാതെ വലിഞ്ഞ് താഴോട്ടായിട്ടുണ്ടായിരുന്നു. സ്ഥാനം തെറ്റിക്കൊണ്ടതിന്റെ ഇടയിലൂടെ കാണുന്ന അവളുടെ ശരീരത്തിന്റെ മാംസളത കണ്ണിൽ പെട്ടതും ആ മിഴികളൊന്ന് വിടർന്നു. പിന്നെ എന്തോ ഓർത്തുകൊണ്ട് അവൻ അവിടെ നിന്നും തന്റെ കണ്ണുകൾ മാറ്റിയെങ്കിലും അതവനെ വല്ലാതെ ആകർഷിക്കുന്ന പോലെ വംശിയുടെ കണ്ണുകൾ പിന്നെയും പിന്നെ അവിടേക്ക് തന്നെ എത്തി. എന്തോ കണ്ണതിൽ നിന്നും എടുക്കാൻ പറ്റാത്തത്രയും ഇഷ്ടമായ പോലെ അവന്റെ ചുണ്ടിലെ ചിരി അങ്ങ് മനോഹരമായി. ഇമ്മകൾ ചിമ്മാതെയുള്ള അവന്റെ നോട്ടത്തിലേക്ക് അവളുടെ നോട്ടം കൂടി എത്തിയതും പെണ്ണ് ഞെട്ടിപ്പോയി. അത്രയും ആഗ്രഹത്തോടെ തന്നെ നോക്കിക്കിടക്കുന്നവനെ തള്ളിക്കൊണ്ട് ടീഷർട്ട് വലിച്ചു മുകളിലേക്കിട്ടവൾ കട്ടിലേക്ക് കമിഴ്ന്നു കിടന്നു. അതുവരെ അവളെ പിടിയിലൊതുക്കി കിടന്നവന്റെ ശ്രദ്ധ മാറിപ്പോയത് കണ്ട് അവൾ അവനെ വേഗത്തിൽ തള്ളി മാറ്റാനും കഴിഞ്ഞു. സൈഡിലേക്ക് ചരിഞ്ഞു വീണവൻ വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് മലർന്നു കിടന്നത്. ധാത്രീ നീട്ടിയുള്ള അവന്റെ വിളിയിൽ പെണ്ണാകെ വല്ലാതെയായിപ്പോയി. ധാത്രി അവളെ ഒരു കൈകൊണ്ട് വലിച്ച് തന്റെ ദേഹത്തേക്ക് കിടത്തിയവൻ. അപ്പോഴും നാണം കൊണ്ട് പെണ്ണിന്റെ മുഖം അവന്റെ നെഞ്ചിലിരുന്നതല്ലാതെ അവൾ മിഴികൾ ഉയർത്തിയില്ല. ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ധാത്രി. പല രൂപത്തിൽ, പല ഭാവത്തിൽ. ചിലതിനൊക്കെ തുണിയുണ്ടോന്ന് പോലും സംശയമായിരുന്നു. വേറെ കുറെ എണ്ണമൊക്കെ പിന്നെ. അവനൊന്ന് ചിരിച്ചു നിർത്തി. അവന്റെ ആ പറച്ചൽ പെണ്ണിന്റെ കീരിപ്പല്ലുകൾ അവന്റെ നെഞ്ചിലായിരുന്നു. ഒപ്പം അവളുടെ മുഖം ആകെ ചുവന്ന് കയറിയിട്ടുണ്ട്. അത് കണ്ടതും വംശിയുടെ മുഖം വിടർന്നു. എന്താടി ഇങ്ങനെ നോക്കുന്നേ? അവളെ കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റിക്കിടത്തി ആ ഉണ്ടക്കവളിൽ അവൻ തന്റെ പല്ലുകൾ അമർത്തി. വേണ്ട, പോ. പിണങ്ങിയ പോലെ അവൾ അവനിൽ നിന്നും നിരങ്ങിയിറങ്ങാൻ നോക്കിയതും അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് പിന്നെയും ദേഹത്തേക്ക് മുഴുവനായി അങ്ങ് അമർത്തി. അടങ്ങി കിടക്കടി. വെറുതെ എന്റെ ശരീരത്തിലൂടെ ഉരസി ഇറങ്ങിയിട്ട് നീ ആവശ്യമില്ലാത്ത പണി വാങ്ങി കൂട്ടരുത്. ഇപ്പൊ എന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ വേണ്ടാത്ത ചിന്തകൾ. മര്യാദയ്ക്ക് എന്നെ കേട്ട് കിടന്നില്ലെങ്കിൽ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഒന്നേന്ന് ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങും. അതെന്റെ പൊന്നുമോൾ താങ്ങില്ല. സത്യമായിട്ടും പിടിവിട്ട് നിൽക്കുക ഞാൻ. ചീത്തയാക്കരുത് നീ എന്നെ. അവളെ പിന്നെ ഉയർത്തിക്കിടത്തി ആ കഴുത്തിലേക്ക് മുഖം അമർത്തി അത്രയും മെല്ലെ പറയുമ്പോൾ ഏതാണ്ടൊക്കെ അതേ അവസ്ഥ തന്നെയായിരുന്നു അവന്റെ ഉള്ളിലും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ശബ്ദം ഉയർത്തിക്കൊണ്ടുള്ള അയാളുടെ സംസാരത്തിൽ AC കാറിലും ദേവമ്മ ഇരുന്ന് വിറച്ചു. ദേ പിന്നെ മൂളുന്നു. നിന്നോടല്ലടി പോത്തെ ഇത്രയും നേരം ഞാൻ വേദവാക്യം ഓതിയത്. ഞാൻ മൂളില്ല, മറുപടി പറഞ്ഞോളാം. അയാളുടെ വിരലുകൾ തരുന്ന വേദനയിൽ അവരാ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ആ വിരലുകൾ ആഴത്തിൽ അമർന്നവരെ വേദനിപ്പിച്ചതല്ലാതെ അത് അണുവിട ചലിച്ചില്ല. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് ദേവകി, നീ കാരണം ഈ ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ. ഭീഷണി പോലെയുള്ള ആ ചോദ്യത്തിൽ അയാളുടെ കണ്ണുകൾ കൂടുതൽ ചുവന്നു. ആട്ടം കഴിഞ്ഞു നിൽക്കുന്ന തെയ്യത്തെ പോലെ അയാളുടെ ഭാവങ്ങൾ അവരെ പേടിപ്പിച്ചു. നീ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടിക്കാട്ടുകാരെ പോലുള്ള ആൾക്കാരല്ല അവർ. മഹേന്ദ്ര ഇൻഡസ്ട്രീസ് കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാൻ. പുച്ഛം കൊണ്ട് അയാളുടെ ചുണ്ടൊന്ന് കോടി. വർഷങ്ങൾ കഴിഞ്ഞു ഇതുപോലെ ഒരുമിച്ചൊന്ന് പുറത്തിറങ്ങിയിട്ട്. എന്തിന്? മുഖാമുഖം നോക്കി സംസാരിച്ചിട്ട് തന്നെ കാലങ്ങളായി. പണ്ടും സംസാരങ്ങളൊന്നുമില്ല. അയാൾ ആജ്ഞാപിക്കുന്നു, താൻ ചെയ്യുന്നു. ഒരു തരം ജന്മിയും അടിമയും തമ്മിലുള്ള പോലെ ഒരു ബന്ധമാണ് തങ്ങൾ തമ്മിലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർക്ക്. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? തോളിൽ വീണ്ടും കിട്ടി അടി. വേദനയിൽ സ്വർഗം കണ്ടുപോയവർ. പണ്ടും ഇങ്ങനെയാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് അടി വീഴും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറെ കാലമായി അതില്ല. കാരണം വീട്ടിലുണ്ടെങ്കിലല്ലേ പരസ്പരം കാണേണ്ടി വരുന്നുള്ളൂ. കണ്ടാലല്ലേ സംസാരമുള്ളൂ. എടി, ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇനി എന്നെ തല്ലല്ലേ. അയാളെ പിന്നെയും തല്ലാൻ കൈ ഉയർത്തിയതും അവൾ തൊഴുകൈയോടെ പറഞ്ഞു. ഷേ, എന്ത് നാശം പിടിക്കാനാ നോക്കി. എപ്പ നോക്കിയാലും കരച്ചിലും ബഹളവുമാണ്.
ഈ വൃത്തികെട്ട മുഖം കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വരാത്തത് പോലും. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ആവശ്യമായി പോയിട്ടാ. വല്ലാത്ത ദേഷ്യത്തോടെ തലയൊന്ന് കുടഞ്ഞു അയാൾ. വാക്കും കൊണ്ട് അയാൾ അവരെ പിന്നെ ഒരുപാട് അധിക്ഷേപിച്ചു. ആ കണ്ണു തുടയ്ക്ക്, നാട്ടുകാരെ കൂടി അറിയിക്കും. അയാൾ പിന്നെയൊന്ന് ഒച്ചയെടുത്തതും അവരെ പെട്ടെന്ന് സാരിയുടെ തുമ്പുകൊണ്ട് തന്നെ മുഖം തുടച്ചു. വാ ഇറങ്ങ്. ഒരിക്കൽ കൂടി ഞാൻ പറയുക, അവരുടെ എങ്ങാണ് മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുന്ന പോലെ എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ. അതുകൂടി കേട്ടതും അവരുടെ കൈയും കാലും പിന്നെയും വിറയ്ക്കാൻ തുടങ്ങി. ദൈവങ്ങളെ! ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പരമേശ്വരൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം തന്നെ അവരും. ചിരിക്കടി. വല്ലാതിരിക്കുന്നവരെ നോക്കി അയാൾ ദേഷ്യപ്പെട്ടതും അവരാ ചുണ്ടുകളൊന്ന് വക്രിച്ചു. ഇവിടുന്ന് പോകുന്നവരെ ഇങ്ങനെ തന്നെ നിന്നോണം. പിന്നെ ഇപ്പൊ നീ പോകുന്നത് അമ്പലത്തിലെ അന്നദാനത്തിനൊന്നുമല്ല, പാർട്ടിക്കാണ്. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. പക്ഷെ അതൊന്നും നിന്റെ ഈ മുഖത്ത് കണ്ടേക്കല്ലേ. ഈ പാർട്ടി നടത്തുന്ന മഹേന്ദ്ര എനിക്ക് അത്രയും ആവശ്യമുള്ള ആളാണ്. അയാൾ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിന്റെ ഒരു വലിയ കാരണം വംശിയാണ്. അത് കേട്ടതും അവരുടെ കണ്ണുകൾ അങ്ങ് ചുരുങ്ങി. ഒരു ചോദ്യം പോലെ ആ മുഖത്തേക്ക് കണ്ണുകൾ അറിയാതെ തന്നെ ഉയർന്നുപോയി. എന്തിനടി ഒരു നോട്ടം? മര്യാദയ്ക്ക് കണ്ണു താഴ്ത്ത്. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി തന്റെ മുഖത്തെ ഭാവം അയാൾക്ക് ഇഷ്ടമായില്ല എന്ന്. പണ്ട് ആരും ചോദ്യം ചെയ്യുന്ന ഇഷ്ടമല്ല, അപ്പൊ പിന്നെ താൻ നോക്കിയത് ഇഷ്ടമാകുമോ? എന്നാലും ഇതിലെങ്ങനെ വംശി? അയാളോട് എന്തെങ്കിലും ചോദിക്കാനുള്ള ഭയത്തിൽ മുഖം കുനിച്ച് നടന്നെങ്കിലും ഇവിടെ മകന്റെ പേര് അവരെ വല്ലാതെ അസ്വസ്ഥയാക്കി. നിന്നോട് പറയണ്ട എന്നാ കരുതിയത്, എങ്കിലും പറയുകയാണ്. കാരണം അറിയാതെ പോലും നിന്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം ഉണ്ടാകരുതല്ലോ. അതുകൊണ്ട് മാത്രം. മഹേന്ദ്ര കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ബിൽഡേഴ്സ്. അവർ നമ്മുടെ കമ്പനിയുമായി ചേരാൻ ആഗ്രഹിക്കുന്ന വെറുതെയല്ല. അയാൾക്കൊരു മകളുണ്ട്, മായ. അവളാണിപ്പോൾ കമ്പനി തന്നെ നോക്കി നടത്തുന്നത്. മഹേന്ദ്ര ഏതോ മീറ്റിങ്ങിന് പോയപ്പോൾ വംശിയെ കണ്ട് ഇഷ്ടായി പോലും. മകളോട് പറഞ്ഞപ്പോൾ അവൾക്ക് ആളെയും ഫാമിലിയും കാണാതെ ഇങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞൂന്ന്. അത് പറയുമ്പോൾ അയാളുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി. ആരുടെയും ഭാഗത്തു നിന്നുള്ള റിജക്ഷൻ അയാൾക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ മകനെ പറഞ്ഞപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ആ, പ്രശ്നമില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണും വീഴും. അതുകൊണ്ട് എനിക്കതിൽ വലിയ ടെൻഷനൊന്നുമില്ല. ആകെയുള്ള പ്രശ്നം നിന്നെ കെട്ടിയെഴുന്നള്ളിച്ച് അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഈ അവസരം എന്റെ കയ്യിൽ നിന്ന് കളയൂന്ന് മാത്രമാണ്. ഹാ, അങ്ങനെങ്ങാണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാലാണ്. ഹോട്ടലിലെ സെൻട്രലൈസ്ഡ് എസിയിലും അവർ വല്ലാതെ വിഷമിച്ചു. മഹേന്ദ്രയും ഭാര്യയും നിന്നെ ഒപ്പം കൂട്ടിക്കൊണ്ടുവരണം എന്ന് അത്രയും വാശി പിടിച്ചിട്ടാ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞങ്ങ് ഒഴിഞ്ഞേനെ. അയാളുടെ ഓരോ തവണത്തെ അപമാനിക്കലും അവരുടെ ഹൃദയത്തിൽ കാരമുള്ള പോലെയാണ് കൊണ്ടു കയറിയത്. വേറെ ഏതൊരു സ്ത്രീയായിരുന്നുവെങ്കിലും ഒരു നിമിഷം അവിടെ നിന്നും തിരിച്ചുപോയേനെ. പക്ഷെ ദേവകി അങ്ങനെ ചെയ്യില്ല. അത് അയാൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇന്ന് വരെ ദേവകി പരമേശ്വരനെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അതിന് എത്ര ചവിട്ടി തേച്ചാലും ഭർത്താവിന്റെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ഏതോ യുഗത്തിലെ സ്ത്രീയായിരുന്നു അവർ. അയാൾ ബാങ്കറ്റ് ഹാളിലേക്ക് കയറി ചുറ്റുപാട് നോക്കിയതുമല്ല, ആരൊക്കെയോ അയാളുടെ അടുത്തേക്ക് വേഗം വരുന്നു കണ്ടു അവർ. കോട്ടും സ്യൂട്ടും ഇട്ട പുരുഷന്മാർ, അവർക്കൊപ്പം തന്നെ സ്ത്രീകൾ, താൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ. തന്റെ അടുത്തേക്ക് വരുന്നവരെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന മുഖമായിരുന്നില്ല പരമേശ്വരന്റെ. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ധാർഷ്ട്യം വന്ന് നിറഞ്ഞു. മുന്നിൽ നിൽക്കുന്നവരുടെ ഭാവങ്ങളും അങ്ങനെ തന്നെ ആയപ്പോൾ ദേവയ്ക്ക് തോന്നി സമന്മാർക്കൊപ്പം എത്തുമ്പോൾ ഇതായിരിക്കും എല്ലാവരുടെയും മുഖമെന്ന്. അല്പനേരത്തെ സംസാരത്തിൽ നിന്ന് തന്നെ അവരൊക്കെ പല കമ്പനികളുടെ അധികാരികളാണെന്നും ചേർത്ത് നിർത്തിയവരിൽ ചിലരൊക്കെ ഭാര്യമാരാണെങ്കിൽ മറ്റു പലരുടെ ഒട്ടുനിൽപ്പ് ഭാര്യമാരെ പോലെയാണെന്ന് തോന്നിയതും അവരെ മുഖം മാറ്റി. ഇതിനിടയിൽ എപ്പോഴോ ഭാര്യയാണെന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തുന്ന കണ്ടു. പലർക്കും അത്ഭുതമായിരുന്നു അത് കണ്ടിട്ട്. ചിലരൊക്കെ അദ്ദേഹത്തിന് ഭാര്യ ഇല്ലെന്ന് തന്നെ വിചാരിച്ചു വെച്ചിരുന്നതാണ്.
അത്ഭുതത്തോടെയുള്ള നോട്ടവും പറച്ചിലും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആ സമയത്താണ് ഒരാൾ ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം അങ്ങോട്ട് വന്നത്. അവരടുത്തേക്ക് വന്നതും അതുവരെയുള്ള ഭാവം വെടിഞ്ഞ് അയാൾ ദേവിയെ അകത്തേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവരൊന്ന് ഭയന്ന മുഖത്തേക്ക് നോക്കിയതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകുന്ന കണ്ടു. പേടിയുള്ള നോട്ടത്തിൽ അയാൾ പല്ലിഞ്ഞിരിക്കുന്നു കണ്ടതും അവര് പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി. മിസ്റ്റർ പരമേശ്വരൻ, ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വന്നത് കണ്ടില്ല. ക്ഷമിക്കണം. അതൊന്നും സാരമില്ല മഹേന്ദ്ര. മായമോൾക്ക് സുഖമല്ലേ? അയാളുടെ സ്നേഹത്തോടെയുള്ള ചോദ്യത്തിൽ ആദ്യം ഞെട്ടിപ്പോയത് ദേവകി തന്നെയായിരുന്നു. ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ എന്നുള്ളൊരു ചിന്തയിൽ. പക്ഷെ അയാൾ നോക്കുന്നതിന് പകരം അവർ നോക്കിയത് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ്. മായ. ആ പേരല്ലേ കുറച്ചു മുന്നേ കേട്ടത്? ഈ കുട്ടിയാണോ വംശിക്ക്? ദേവകി അവളെ നോക്കിയതും അവരുടെ എല്ലാം കണ്ണുകൾ അയാൾ കടുത്തു നിൽക്കുന്ന പോലെ തന്നിലേക്കാണെന്ന് അവർ കണ്ടു. സോറി, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഭാര്യ ദേവകി. ഓ, ഓക്കെ. ഹലോ മിസ്സിസ് പരമേശ്വർ. മഹേന്ദ്ര അവർക്ക് ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടിയെങ്കിലും അവർ പെട്ടെന്ന് തൊഴുതു കാണിക്കുകയാണ് ചെയ്തത്. പരമേശ്വരന് അത് വലിയ അപമാനമായി തോന്നി. ഒപ്പം അവരെ ചുട്ടേരിക്കാനുള്ള ദേഷ്യം മനസ്സിൽ നിറയുകയും ചെയ്തു. ഓ സോറി. അയാളും പെട്ടെന്ന് തൊഴുതു. ഇതെന്റെ ഭാര്യ കവിത, മകൾ മായ. അടുത്തു നിൽക്കുന്ന ആൾക്ക് തന്റെ പ്രവൃത്തി ദേഷ്യമായെന്നറിഞ്ഞിട്ടും ഉള്ളിലെ പേടി പുറത്തു വരാതെ അവരെ നോക്കി ചിരിക്കാൻ നോക്കി ദേവകി. പണവും പ്രതാവും എടുത്തു കാണിക്കുന്ന പോലെ ആഡംബരമായ സാരിയിലും വസ്ത്രാഭരണങ്ങളും തിളങ്ങി നിൽക്കുന്ന ഒരു യുവതി. എന്തൊക്കെയോ ചായങ്ങളും ചമയക്കൂട്ടുകളും എല്ലാം കൂടെ ചേർത്ത് വല്ലാത്തൊരു ഭാവം അവരിൽ. ഒപ്പം നിൽക്കുന്ന പെൺകുട്ടിയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ അവരോളമില്ലേ. തന്റെ മുഖത്തു നോക്കി ആ പെൺകുട്ടി ചിരിക്കുന്നു എന്നുകൂടി കണ്ടതും മനസ്സിൽ നിന്ന് തന്നെ അവളോട് ഇഷ്ടമൊക്കെ അവർക്ക് തോന്നി. കുഴപ്പമില്ല, വംശിക്ക് ചേരും. പിന്നെ അവിടെ പലവിധ സംഭാഷണങ്ങൾ നടന്നു. ആ നേരം കവിതയൊന്ന് നോക്കിയതല്ലാതെ അവരവരുടെ സൊസൈറ്റി കൂട്ടങ്ങളിലേക്ക് ഊളിയിട്ടതും ദേവകി പിന്നെയും തനിച്ചായി. പരമേശ്വരനും അവർക്കൊപ്പം തന്നെ കൂടി. പാർട്ടി മുറുകി തുടങ്ങിയതും പലരുടെയും കയ്യിൽ ഗ്ലാസുകൾ ഇടം പിടിച്ചു. അതിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കവിത പോയി ദേവകിക്കും ഒരു ഡ്രിങ്ക്സ് ഓഫർ ചെയ്തതും അവർ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ ഞെട്ടിക്കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ താൻ അധികപ്പറ്റാണെന്ന് തോന്നിയ നിമിഷം അവരതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ദൂരെ ഇട്ടിരുന്നൊരു കസേരയിൽ അവരിൽ ആരിലും കൂടാതെ ദേവകി പോയിരുന്നു. അത് കണ്ടതും ചിലരൊക്കെ അതിന്റെ പേരിൽ പരമേശ്വരനെ കളിയാക്കി. അത് അയാളുടെ ഉള്ളിൽ അവരോടുള്ള ദേഷ്യം ആളിക്കത്തിക്കാൻ പാകത്തിനായിരുന്നു. നാശം പിടിക്കാൻ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും. നിനക്കതൊന്ന് ഗ്ലാസ് വാങ്ങിയാൽ എന്തായിരുന്നു? ആ ബഹളത്തിൽ ആരും കേൾക്കുന്നില്ലായിരുന്നെങ്കിലും അയാളുടെ മുഖം കാണുന്ന ആർക്കും പറയുന്നതിനെ പറ്റി ഏകദേശ ധാരണ കൊടുക്കുന്ന പോലെയായിരുന്നു അയാളുടെ മുഖവും ഭാവങ്ങളും. വഴക്ക് പറയല്ലേ. ഏട്ടൻ അറിഞ്ഞൂടെ ഞാനതൊന്നും കഴിക്കില്ലെന്ന്? വേണ്ടടി, കഴിക്കണ്ട. ദേ ആ മഹേന്ദ്രന്റെ ഭാര്യ നോക്ക്. അങ്ങനെയാടി ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഭാര്യമാർ. നീയൊക്കെ ഉള്ളു വെറും. പിന്നെ അവരേതാണ്ടൊക്കെ പറയാൻ തുടങ്ങിയതും ആ സ്ത്രീ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. ആശ്വാസം കൊണ്ടവരൊന്ന് നിശ്വസിച്ചു. ഒപ്പം പിന്നെ കാഴ്ചകളിലേക്ക് മിഴികൾ പാഞ്ഞു. കയ്യിലൊരു ഗ്ലാസ് പിടിച്ച് ഇടയ്ക്കിടെ നുണഞ്ഞുകൊണ്ട് അയാൾക്കൊപ്പം നിന്ന് ഡാൻസ് ചെയ്യുന്ന കവിതയെ കണ്ടതും ദേവകിക്ക് പുച്ഛമാണ് തോന്നിയത്. പക്ഷെ അവരുടെ കാഴ്ചയെ പൂർണ്ണമായി ഞെട്ടിച്ചത് കുറെ അപ്പുറത്ത് ഒരു കൂട്ടം ആണുങ്ങൾക്കൊപ്പം നിന്ന് ചെറിയ ചെറിയ ഗ്ലാസുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന വെളുത്ത എന്തോ ഒന്ന് ഒന്നിനു പുറകെ ഒന്നായി വായിലേക്ക് കമഴ്ത്തുന്ന മായയെ കണ്ടപ്പോഴാണ്. ആദ്യം അവർക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും നേരം കഴിയുന്തോറും ഉറയ്ക്കാത്ത കാലുകളും കുഴയുന്ന ശരീരവുമായി പല ആണുങ്ങളെയും തൊട്ടും പിടിച്ചും അവൾ പോകുന്ന കണ്ടപ്പോഴാണ്. അവൾക്കൊപ്പം നിൽക്കുന്ന പല പെൺകുട്ടികളും അങ്ങനെ തന്നെയാണെന്ന് കണ്ടതും അല്പം മുന്നേ മായയെ കണ്ടപ്പോഴുണ്ടായ സ്നേഹവും സന്തോഷവും അവരിൽ നിന്ന് എങ്ങോ പോയി. ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ എന്തായാലും തന്റെ മകന് വേണ്ടെന്ന് അവർക്ക് ആ നിമിഷം തോന്നി. ഇതേ സമയം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു സിദ്ധി. രാവിലെ ക്യാമ്പിന് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ പോകാത്ത സ്ഥിതിക്ക് വൈകുന്നേരം വീട്ടിൽ പോകണം.
പക്ഷെ താൻ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന ആൾ എന്ത് കാണിച്ചു കൂട്ടുമെന്ന് ഒരു നിശ്ചയവുമില്ല. പക്ഷെ പോകാതിരുന്നാൽ നഖം കടിച്ചു പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിൽ ഇരിക്കെയാണ് ഇടുപ്പിലൂടെ പിണഞ്ഞ കൈകൾ അവളെ മുകളിലേക്ക് ഉയർത്തിയത്. വിച്ചേട്ടാ! പേടിച്ചിട്ട് പെണ്ണ് രണ്ട് കൈകൊണ്ടും അവനെ അള്ളിപ്പിടിച്ചതും ചെക്കന്റെ നാവ് അവളുടെ കഴുത്തിലൂടെ അങ്ങനെ ഇഴഞ്ഞുപോയി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.